ഹലോ ഹായ് നമസ്കാരം. പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ടുള്ള ഒരു അടാർ ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാങ്ങ ആദ്യമായിട്ട് ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കാം. ഇനി നമുക്കതിനെ നന്നായിട്ട് ചെത്തി തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ട് കൊത്തിയരിയണം. കൊത്തിയരിയുമ്പോൾ ഒരു ദാക്ഷിണ്യവും കാണിക്കേണ്ട, നല്ല കിച്ചിക്കിച്ചാന്ന് കൊത്തിയരിഞ്ഞെടുക്കണം. നമുക്കുള്ളിൽ ആരുടെയെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിലൊക്കെ തീർക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. കാരണം നന്നായിട്ട് ആ ദേഷ്യം എല്ലാം കാണിച്ച് നമുക്കിത് കൊത്തിയരിക്കാം. ഒരുപാട് നേരമായിട്ട് ഞാനിത് കൊത്തിയരിഞ്ഞ് ഏകദേശം എത്തിയിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ കഴിച്ച് നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാനത് വിടില്ല. കാരണം ഈ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്ന ഒരു അടാറ് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്തവർ എന്തായാലും മാങ്ങക്കാലമൊക്കെ ആകുമ്പം കൃത്യമായിട്ട് ചെയ്ത് നോക്കും. പിന്നെ ഇത് കൊത്തി അരിയാനായിട്ട് നല്ല ക്ഷമ വേണം. എനിക്കങ്ങനെ വലിയ ക്ഷമയെന്നുള്ള കൂട്ടത്തിലൊന്നുമല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഓർക്കുമ്പം കൊത്തി അരിഞ്ഞല്ലേ പറ്റൂ. അത് നമ്മുടെ ഈ മാങ്ങ ഉള്ള സമയത്തല്ലേ ഇത് ചെയ്യാനും പറ്റൂ. അതുകൊണ്ട് ഞാനിന്ന് കൊത്തി അരിയുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ചെറിയ ഉള്ളി, നമ്മളെ കുഞ്ഞുള്ളിയില്ലേ, കുഞ്ഞുള്ളി, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇനി മെയിനായിട്ട് ഇതിൽ ഒഴിക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള കുറേശ്ശുള്ള സാധനങ്ങൾ ഇട്ടാൽ മതി. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുള്ള ആ ചെറിയ ഉള്ളി നന്നായിട്ട് കുനുകുന കൊത്തിയരിയണം. നമ്മൾ മാങ്ങ കൊത്തിയരിഞ്ഞതുപോലെ കുനുകുന കൊത്തിയരിയണം. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ക്ഷമ വേണം നമ്മളെ മാങ്ങ അരിയാൻ. അപ്പോൾ അതിനേക്കാളും ക്ഷമ വേണം നമ്മുടെ ചെറിയ ഉള്ളി അരിയാൻ. കാരണം നമ്മളുടെ ഏറ്റവും സ്നേഹമുള്ളൊരു ഐറ്റമാണ് ചെറിയ ഉള്ളി. നമ്മളിത് എടുക്കുമ്പോൾ തന്നെ നമ്മളെ കണ്ണരിയും. അപ്പോൾ അതുകൊണ്ട് നല്ല ക്ഷമയോടുകൂടി നമ്മളെ കുഞ്ഞുള്ളി കൊത്തിയരിഞ്ഞെടുക്കണം. മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യണ ഘട്ടത്തിലേക്ക് പോവാം. അപ്പം നമ്മുടെ മാങ്ങ കൊത്തിയരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങയിലേക്ക് ആ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടുക. അതിനാവശ്യത്തിന് പാകമായിട്ടുള്ള മുളക് പൊടി നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാന്ന് വെച്ചാൽ വലുതായിട്ട് ഞെരടി ഉടയ്ക്കേണ്ട കാര്യമില്ല, ചെറിയ രീതിയിലൊന്ന് ഉടയ്ക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ശേഷമാണ് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നാവിലൊക്കെ ഒരു കപ്പലിറക്കാനുള്ള വെള്ളം വരും. ഞാനിവിടെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിലും എൻ്റെ നാവിലൊക്കെ ഒരു കപ്പലിറക്കാനുള്ള വെള്ളം വരുന്നുണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം നമ്മളെ മാങ്ങ കൊത്തിപ്പടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇപ്പം എല്ലാവരും വായോ. അപ്പം നമുക്ക് ഒരുമിച്ച് കുറേശ്ശെ കഴിച്ചിട്ട് പോവാം. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. കുറേ നേരം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്ന് കൊത്തിപ്പറക്കിയതല്ലേ. അപ്പോൾ ആദ്യം ഞാൻ തന്നെ ഒന്ന് കഴിച്ച് നോക്കാം. എൻ്റെ നാവിലാണെങ്കിൽ ഉപ്പ് നോക്കി പകുതി തീർന്നു. അപ്പം നല്ലൊരു വലിയൊരു ഉരുള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒന്ന് കഴിച്ച് നോക്കുകയാണേ. കൂടെ നിൽക്കുന്നവരൊക്കെ നന്നായിട്ട് കൊതി നോക്കുന്നുണ്ട്. ആഹാ, എന്തൊരു ടേസ്റ്റ്! ആ ഒരു ഉപ്പും ചെറിയൊരു എരിയും ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ ഒരു അടാറ് സംഭവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. മാക്സിമം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. സൂപ്പർ സാധനം. എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.